ആ കൈ ഇങ്ങോട്ട് നീട്ടിയേ, ഇതങ്ങോട്ട് പിടിക്കുക. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? 100 സ്നേഹത്തിന്റെ പുറത്തായതുകൊണ്ട് തൽക്കാലം ഞാനിത് വാങ്ങിക്കുന്നു. A few moments later. ഞാൻ കുറേ വർഷങ്ങളായിട്ട് വീഡിയോസ് കാണുന്ന ഫോളോ ചെയ്യുന്ന ഒരാളാണ് മൃണാൾ. കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. ഇതെന്താ പറയുന്നത്, സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ പോലെ പുതിയ മനസ്സുള്ള ആളുകൾ സൗകര്യം ഉണ്ടെങ്കിൽ പോയി കഴിച്ചാൽ മതിയെന്നേ. എനിക്ക് സൗകര്യമില്ലെന്ന് അദ്ദേഹം ആരെങ്കിലും വീട്ടിൽ പോയിട്ട് നിങ്ങളെ വീട്ടിൽ ആരെയും വന്ന് ക്ഷണിച്ചോ? നിങ്ങളുടെ വീട്ടിൽ വന്ന് ക്ഷണിച്ചോ? അയ്യോ ഒന്ന് വരൂ, ഞാൻ പട്ടിണിയിലാണ്, എൻ്റെ കുടുംബം രക്ഷിക്കണേ, എനിക്ക് EMI അടയ്ക്കാനുണ്ട്, അതുകൊണ്ട് ഹംഗ്രി മൃണാളിന് വന്നു ഞണ്ണിത്തരണേന്ന് മൃണാൾ പറഞ്ഞിട്ടുണ്ടാവും. വലിയ മനസ്സാ സാറേ അവന്റെ. ആൾക്കാർക്ക് എന്ത് സൂക്കടാ, വെറുതെ ഇതാ പറഞ്ഞേ, ഇദ്ദേഹത്തെ കണ്ടുകൂടാ. നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാദികളുണ്ട്. സാരമില്ല, ഏതവന്മാരെ ഒതുക്കാനാണോ നമ്മുടെ ഒരു വകുപ്പില്ലാത്തത്? ഞാൻ നാളെ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ അതിന്റെ അവസ്ഥ എനിക്കറിയാം, കൃത്യമായിട്ട് എനിക്ക് പറയാം. ഇവിടെ പല സ്ഥലത്തും ആൾക്കാർ പോയി ഫുഡ് കഴിക്കുന്നത് മറ്റേ ടാർപോളിൻ വലിച്ചു കെട്ടി ചോരുന്ന മറ്റേ കോഴി വേസ്റ്റ് കൊണ്ടുവന്ന ഡ്രമ്മിനകത്ത് പിന്നെ കൈ കഴുകാൻ വെള്ളം വെച്ച് റെക്സോണ സോപ്പും വെച്ച് എല്ലാവരും ഒരേ റെക്സോണ സോപ്പ് തന്നെ കൈ കഴുകുന്നത്. അവിടെ പോയി പറഞ്ഞ് അതിൽ തുപ്പയും ചെയ്യും. അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? കേരളത്തിലെ എല്ലാ ആളുകൾക്കും ഇവിടെ പോകാൻ സാധിക്കുമല്ലോ. അപ്പൊ അവിടെ പോയിട്ടുള്ള ആളുകൾക്ക് പരാതി ഇല്ലാന്ന് മൃണാൾ തന്നെ പറയുന്നു. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ആർക്കാ പരാതി? ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആളുകൾക്ക് സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് മൃണാളിന് ഇഷ്ടമില്ലാത്ത കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഞാൻ നിന്റെ അടുത്ത് അങ്ങോട്ട് പറയാൻ വരെയായിരുന്നു. ഞാൻ മൃണാളിനെ പേഴ്സണലി കാണുന്നത് ഫുഡ് ബ്ലോഗിങ്ങിലെ അശ്വങ്കോക്കായിട്ടാണ് മൃണാളിനെ ഞാൻ പേഴ്സണലി കാണുന്നത്. ഇതിനാണ് കറക്റ്റ് പട്ടി ഷോ എന്ന് പറയും. പിന്നെ അല്ലാതെ അപ്പൊ ആളുകൾ ബേസിക്കലി വെറും മണ്ടന്മാരും ഫ്രസ്ട്രേറ്റഡ് ഇടാം. അനാവശ്യം പറഞ്ഞ നിന്റെ പറങ്ങാണ്ടി മോന്തെ അടിച്ച് പൊളിച്ചളെ അറിയാം. ഇനി നിങ്ങൾക്ക് മൃണാൾ ദാസിനെ എതിർക്കണം, അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി കഴിക്കണ്ടെന്നേ, പ്രശ്നം തീർന്നില്ലേ? നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല. ഇത്രയും ജനങ്ങൾ എതിർക്കുന്നുണ്ട്, പിന്നെ അവിടെ എന്താ തിരക്ക്? നീ കണ്ടതും കേട്ടതൊന്നും ശരിയല്ല. ഞാൻ അവിടുത്തെ ഫുഡ് ഞാൻ പോയി കഴിച്ചിട്ടില്ല, ഞാൻ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ട്. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നല്ല ഫുഡ്, നല്ല പാക്കിംഗ് ഒക്കെ ആയിട്ട്. വല്ലാണ്ട് സൂചിപ്പിക്കണ്ട, അധികാലം ഈ കൊക്കിന് ജീവൻ ഉണ്ടാവുന്നു തോന്നുന്നില്ലടാ. ഇതിപ്പോ കസ്റ്റമൈസേഷൻ എന്താണെന്നോ ഇൻഡിവിജ്വൽ ചോയ്സ് എന്താണെന്നോ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്താണെന്നോ ഒന്നും അറിയാത്ത കുറെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുറെ ആൾക്കാർ ഇരുന്നിട്ട് ഇങ്ങനെ മൃണാൾ ഇതാക്കി പറഞ്ഞിരിക്കുക. നാക്കിന് നീളമുള്ളതുകൊണ്ട് ന്യായീകരണങ്ങളൊക്കെ കൊള്ളാം. വേറെ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. കാരണം അദ്ദേഹം ഒരു സ്ഥാപനം തുടങ്ങി, അത് എങ്ങനെ കൊണ്ടുപോകണം അദ്ദേഹത്തിന് അറിയാം. അല്പരാത്രിക്ക് കൊട പിടിക്കണ്ട. ഇത് ഈ ജന്മം ശരിയാവില്ല. എന്തോടെ പ്രശ്നം? ആളുകൾക്ക് തകരാറ്, ശരിയായ തകരാറ്. അതാ ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പറയരുത്, എല്ലാവരും അങ്ങനെ കാണരുത്, എല്ലാവരും അത്രക്കാരല്ല. ഇപ്പൊ മണ്ടന്മാരായ ആളുകൾ ഇങ്ങനെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കമന്റ്സ് വിട്ട് പോസ്റ്റ് വിട്ട് ഇങ്ങനെ ഇരിക്കും. പറയണ്ട ഒരു